വർഷങ്ങൾ നാലു കഴിഞ്ഞെന്നാലും ഗർഭം തുടരുന്ന വർഷങ്ങൾ നാലു കഴിഞ്ഞെന്നാലും ഗർഭം തുടരുന്ന നായികമാരും കാതോയിടുന്ന നായികമാരും കണ്ണൂരിടുന്ന പഞ്ചമിയും തന്റെ പ്രിയപ്പെട്ടവനും സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. അതുപോലെ ഉച്ചയൂണ് കഴിഞ്ഞ് പഞ്ചമി തന്റെ ഭർത്താവിന്റെ മടിയിൽ തലചായ്ച്ച് കിടക്കുകയായിരുന്നു. അതെ, പഞ്ചമിയുടെ അഴകാർന്ന കാർക്കൂന്തലിൽ തഴുകിക്കൊണ്ട് അയാളിരുന്നു. കാളിദാസൻ എത്രയോ ഭാവന സമ്പന്നനാണ്. അദ്ദേഹം ശ്രീ സൗന്ദര്യത്തെ കുറിച്ച് അഴകാർന്ന കാർക്കൂന്തലിനെ കുറിച്ചും ഏറെ വർണ്ണിച്ചത് സത്യമാണ്. കാണുകിൽ നിറമാണ് തലയിലെ ഒരു വൃണപ്പാടിൽ തട്ടി തന്റെ ഭാര്യയുടെ അഴകാർന്ന തലയിൽ ഒരു വൃണപ്പാട്. അതെ, അയാൾ അതിശയിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു, പ്രിയപ്പെട്ടവളെ, നിന്റെ തലയിൽ ഒരു വൃണപ്പാട്, ഇത് എന്തു പറ്റിയതാണ്? പ്രിയതമ, എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു കേട്ട കഥയാണ്. ഒരിക്കൽ അച്ഛനും അമ്മയും പുഴയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതാ ആ നദിയിലൂടെ ഒരു വാഴപ്പിണ്ടി ചങ്ങാടം ഒഴുകി വന്നു. അവർ ആ ചങ്ങാടത്തെ കൗതുകം കൊണ്ട് തിരക്കെടുപ്പിച്ചു. തലഭാഗത്ത് ഒരു തീപ്പന്തവും കത്തിച്ചു വെച്ച് ഒരു പെൺകുഞ്ഞ് തുണി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. കുഞ്ഞിനെ അവർ പെട്ടെന്ന് കരകളിലേക്ക് എടുത്തു. ആ കുഞ്ഞാണ് ഞാൻ. എന്റെ അച്ഛനും അമ്മയും വളർത്തച്ഛനും വളർത്തുമ്മയുമാണ്. കത്തിച്ചുവെച്ച ബന്ധത്തിൽ നിന്നും തീപ്പൊള്ളൽ എന്താണ് എന്റെ തലയിലെ ഈ മുറിപ്പാണ്. അവളുടെ കഥ കേട്ട് അയാൾ അല്പനേരം സ്തബ്ധനായി. അല്പനേരം എന്തോ ആലോചിച്ചിരുന്നു. എന്താണ് അങ്ങൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത്? പ്രിയപ്പെട്ടവളെ, വിധിയെ തടയുവാൻ ആരാലും സാധ്യമല്ല. രാജധാനിയിലെ
പ്രിയപ്പെട്ടവളെ, നീ ഇന്നുവരെ എന്നെ കുറിച്ച് ചോദിച്ചിട്ടില്ല, ഞാനൊട്ട് പറഞ്ഞിട്ടുമില്ല. വിക്രമാദിത്യ രാജ്യസദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായ വരരുചിയാണ് ഞാൻ. അതെ, വരരുചി. രാജസദസ്സിലെ ഏതൊരു സംശയത്തിനും പരിഹാരമായി കണ്ടിരുന്നത് എന്റെ വിജ്ഞാനത്തെയാണ്. ഒരിക്കൽ ആ ദേശത്ത് ഒരു പറയക്കുടിലിൽ ഒരു പെൺകുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിന്റെ ജാതകവും ഗണിച്ച വനദേവതകളിൽ നിന്നും മനസ്സിലായത് ആ കുടിലിൽ ജനിച്ച പെൺകുട്ടിയെ ഭാവിയിൽ വിവാഹം കഴിക്കേണ്ടത് ബ്രാഹ്മണനായ ഞാനും. അങ്ങനെ ഒരു ദുർവിധിയെ തരണം ചെയ്യുവാൻ എന്റെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു, അഥവാ ഉപുദ്ധി ഉദിച്ചു. ആ കുഞ്ഞിന്റെ ജനനം കൊണ്ട് വിക്രമാദിത്യ രാജസദസ്സിനും രാജാവിനും രാജ്യത്തിനും ആപത്ത് സംഭവിക്കുമെന്ന് ഞാൻ രാജാവിനെ ധരിപ്പിച്ചു. അദ്ദേഹത്തിന് എന്നെ അത്രത്തോളം വിശ്വാസമുണ്ടായിരുന്നു. എന്താണ് പരിഹാരം? അതുകൂടി പറയൂ വരരുചി. മഹാരാജൻ, ഒരു പെൺകുഞ്ഞിനെ കൊല്ലുന്നത് പാപമാണ്, മാത്രവുമല്ല രാജനീതിയുമല്ല. അതുകൊണ്ട് ആ കുഞ്ഞിനെ ജീവനോടെ നാട് കടത്തണം. അതിനെ എന്റെ നിർദ്ദേശപ്രകാരം ഒരു വാഴപ്പിണ്ടി ചങ്ങനമുണ്ടാക്കി അതിൽ രാജകൽപ്പന അനുസരിച്ച് കുഞ്ഞിനെ കിടത്തി. രാത്രി ആയതിനാൽ പല ഭാഗത്തും ഒരു തീപ്പന്തവും കൊളുത്തി വെച്ചു. കാരണം ഏതെങ്കിലും ജീവികൾ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയാലോ ആ കുഞ്ഞിന്റെ നിലഭാഗത്ത് ഒരു തീപ്പന്തവും കൊളുത്തി വെച്ചു. ആ നദിയിൽ ഒഴുക്കി. കാലങ്ങൾക്കിപ്പുറം ആ വിധി എന്നെ തേടി. അല്ല, ഞാൻ ആ വിധിയെ തേടി ചെന്നു. വിധിയെ തടയുവാൻ ആരാലും സാധ്യമല്ല. ഓർക്കുവാനല്ലാതെ മറക്കുവാനാകുമോ പ്രാണസഖേ? മറക്കുവാനാകുമോ പ്രാണസഖേ? മനസ്സിൻ ശരീരം ഇനിയുള്ള കാലം നമുക്ക് ദേശസഞ്ചാരം നടത്തി ജീവിച്ചു തീർക്കാം. ഭിക്ഷാടനം ചെയ്തും പുണ്യ സ്ഥലങ്ങൾ ദർശിച്ചും കഴിച്ചുകൂട്ടാം. വരരുചി പഞ്ചമിയെ കൂട്ടി ദേശാടനത്തിന് പുറപ്പെട്ടു. ഭിക്ഷാടനം നടത്തി പല പല ദേശങ്ങൾ സഞ്ചരിച്ചു. ഇതിനിടയിൽ പഞ്ചമി ഗർഭിണിയായി. യാത്രക്കിടയിൽ അവൾക്ക് പേറ്റുവേദന അനുഭവപ്പെട്ടു. പേറ്റുവേദന കടുത്തലായപ്പോൾ അതാ യാത്രാമധ്യേ ആ കാട്ടിൽ കയറി പ്രസവിച്ചു കൊള്ളുവാൻ
ഭർത്താവ് വരരുചി അവളോട് പറഞ്ഞു. പഞ്ചമി നാട്ടിനുള്ളിൽ ആദ്യത്തെ കൺമണിക്ക് ജന്മം നൽകി. കുട്ടിക്ക് വായുണ്ടോ എന്ന് വരരുചി വിളിച്ചു ചോദിച്ചു. ഉണ്ട് എന്നവൾ മറുപടി പറഞ്ഞു. ആ വായുള്ള പിള്ളയ്ക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു പോയി. എത്രയായാലും അമ്മയല്ലേ തന്റെ അരിമ കുഞ്ഞിനെ താലോലിക്കുവാൻ ഏതൊരു അമ്മയ്ക്കാണ് ആഗ്രഹമില്ലാത്തത്? തന്റെ ആഗ്രഹങ്ങൾ ഉയർത്തി ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു. ഭർത്താവിനോടൊപ്പം യാത്രയായി. കാട്ടുചോലയിലെ വെള്ളം കുടിച്ചും കാട്ടുവളങ്ങൾ ഭക്ഷിച്ചും പുരാണത്തിൽ കിട്ടുന്നതും ഭക്ഷിച്ചും എവിടേക്കെന്നില്ലാതെ അവർ സഞ്ചരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. നീണ്ട 11 വർഷങ്ങൾ. ഇതിനിടയിൽ പഞ്ചമി 11 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. അതെ, പ്രസവിച്ച സ്ഥലത്ത് തന്നെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെയൊക്കെ നടക്കും. ഇന്നാണെങ്കിലോ നമ്മൾ എവിടെയെങ്കിലും ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചാൽ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പറയും പോലെ എന്താ കിട്ടുക? 8ന്റെ പണി കിട്ടും, അല്ലേ? 8ന്റെ പണി കിട്ടും. അന്ന് ആ കാലത്ത് അങ്ങനെയൊന്നുമില്ല. അതെ, അമ്മ തൊട്ടിലൊന്നും അന്നില്ലായിരുന്നു. അതെ, പഞ്ചമി 12ാമതും ഗർഭിണിയായി. പ്രസവ സമയമെടുത്തു. പതിവ് പോലെ യാത്രാമത്തെ നാട്ടിൽ പ്രസവിച്ചു. എത്രയായാലും അമ്മയല്ലേ എത്രയായാലും അമ്മയല്ലേ പ്രിയമല്ലേ അമ്മിച്ചു നൽകുവാൻ അമ്മിച്ചു നൽകുവാൻ എത്രയായാലും അമ്മയല്ലേ അവൾക്കൊരു പ്രിയമല്ലേ അവൾക്കൊരു പ്രിയമല്ലേ. തന്റെ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ അവൾ ഒരുക്കമാണ്. പക്ഷേ തന്റെ ഒരു കുഞ്ഞിനെങ്കിലും താലോലിക്കുവാൻ അവൾ ആഗ്രഹിക്കുന്നു. അതുപോലെ വരരുചി അവളോട് ചോദിച്ചു, കുഞ്ഞിന് വായുണ്ടോ? പഞ്ചമി ആദ്യമായിട്ടൊരു കള്ളം പറഞ്ഞു. ഇല്ല, കുഞ്ഞിന് വായില്ല. ഓഹോ, എന്നാൽ കുഞ്ഞിനെ എടുത്തുകൊള്ളൂ. അവൾ ആ കുഞ്ഞിനെ വാരി കൊണ്ടു ഭർത്താവിനൊപ്പം നടന്നു. നേരം ഏറെ ആയിട്ടും കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നില്ല. അവൾ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല ഇല്ല, ഈ കുഞ്ഞിന് വായില്ല. അതെ, തന്റെ കുഞ്ഞിന് വായില്ല.
പവിത്രതയും പരിശുദ്ധയുമായ സ്ത്രീയുടെ വാക്കുകൾ അസത്യമാകില്ല. അതാ ആ വാക്കിൽ ആ കുഞ്ഞിനെ ഒരു കുന്നിന്റെ മുകളിൽ പ്രതിഷ്ഠിച്ചു. അതാണ് നാം ഇന്ന് അറിയപ്പെടുന്ന വായില്ലാ കുഞ്ഞിനപ്പൻ. കാലം പതുക്കെ കടന്നുപോയി വഴിയായി കാലം പതുക്കെ കടന്നുപോയി വഴിയായി മനസ്സിൽ കാലം പതുക്കെ കടന്നുപോയി